നിങ്ങൾ പുഷപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഹാൻഡ് സ്റ്റാൻഡ് പഠിക്കാനുള്ള ചാൻസ് 0 ആണ്. വെൽക്കം ടു ഡേ 4 ഓഫ് ലേണിംഗ് കാലിസ്തനിക്സ് ഫ്രം സ്ക്രാച്ച്. നിങ്ങളുടെ പുഷപ്പ് ഇതുപോലെയാണെങ്കിൽ നിങ്ങളുടെ പുഷപ്പ് ഇങ്ങനെയാക്കണം. കാരണം നമുക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ളത് ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് പോലെയുള്ള സ്കില്ലുകളിലേക്കാണ്. നിങ്ങളുടെ പുള്ളപ്പും നിങ്ങളുടെ ചിന്നപ്പും ഇതുപോലെയാണെങ്കിൽ നിങ്ങളുടെ പുള്ളപ്പും നിങ്ങളുടെ ചിന്നപ്പും ഇതുപോലെ സ്ട്രിക്റ്റ് ആക്കണം. കാരണം നമുക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ളത് മസിലപ്പ് പോലെയുള്ള സ്കില്ലുകളിലേക്കാണ്. നിങ്ങളുടെ ലെഗ് റേസസ് ഇതുപോലെയാണെങ്കിൽ നിങ്ങളുടെ ലെഗ് റേസസ് ഇതുപോലെയാക്കണം. കാരണം നമുക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ളത് എൽസിറ്റ് പോലെ വയ്ക്കുന്ന അഡ്വാൻസ്ഡ് സ്കില്ലിലേക്കാണ്. നിങ്ങളുടെ പാരലൽ ഡിപ്സ് ഇതുപോലെയാണെങ്കിൽ നിങ്ങളുടെ പാരലൽ ഡിപ്സ് ഇതുപോലെയാക്കണം. കാരണം നിങ്ങളുടെ ട്രൈസെപ്സും നിങ്ങളുടെ ചെസ്റ്റും നിങ്ങളുടെ കോറും നിങ്ങളുടെ ഷോൾഡറും ഒരേപോലെ എൻഗേജ്ഡ് ആവണം. ഫൈനലി നിങ്ങളുടെ സ്കോട്ട് ഇതുപോലെയാണെങ്കിൽ നിങ്ങളുടെ സ്കോട്ട് ഇതുപോലെയാക്കണം. കാരണം നമുക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ളത് പിസ്റ്റൽ സ്കോട്ട് പോലെ വയ്ക്കുന്ന വർക്കൗട്ടുകളിലേക്കാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ്. ഒരിക്കലും കമന്റ് ബോക്സിൽ വന്നിട്ട് ബോത്ത് ആർ ഫൈൻ ബ്രോ, എവരി പുഷപ്പ് ഈസ് റൈറ്റ് ബ്രോ എന്നൊന്നും കമന്റ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം കാലിസ്തനിക്സിൽ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെന്റും ഫുൾ റേഞ്ച് ഓഫ് മോഷനിലും കോർ എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സ്കിൽസുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്റ്റിൽ ദ ടേണിംഗ് പോയിന്റ് ഈസ് ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഇഞ്ചുറി പറ്റാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. കാലിസ്തനിക്സ് ചെയ്യുന്നവർക്ക് റിസ്റ്റിലും ഷോൾഡറിലും ഫാസ്റ്റ് ആയിട്ട് ഇഞ്ചുറി പറ്റാറുണ്ട്. ഈ ഇഞ്ചുറീസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. സോ സ്റ്റേ ട്യൂൺ ഫോർ ടുമോറോസ് വീഡിയോ.